പ്രിയപ്പെട്ട ജയറാമേട്ടന് സൂപ്പർമാൻ, വൺ മാൻ ഷോ, മേലെ പറമ്പിൽ ആൺവീട്, മയിലാട്ടം തുടങ്ങിയ സിനിമകൾ കണ്ടിട്ടാണ് എനിക്ക് മേട്ടനോടുള്ള ഇഷ്ടം തുടങ്ങിയത്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ നിങ്ങളുടെയും ദിലീപിന്റെയും സിനിമകൾ കണ്ടാണ് ചിരിച്ചിരുന്നത്. അന്നൊക്കെ നിങ്ങൾ അടിപൊളിയായിരുന്നു. ആ നിങ്ങളെ ഞങ്ങൾക്ക് മിസ് ചെയ്തിരുന്നു. ഇപ്പോൾ മിസ്സിംഗ് ഒന്നുമില്ല. കാരണം ജയറാം എന്ന നടനെ ഞങ്ങളിൽ പലരും മറന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മലയാള സിനിമയിലെ താങ്കളുടെ വിടവ് ബിജു മേനോനെ പോലെയും ജോജുവിനെ പോലെയുള്ള ആക്ടേഴ്സ് നികത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിനെല്ലാം കാരണം ഞങ്ങൾ ഓഡിയൻസ് അല്ല, താങ്കൾ തന്നെയാണ്. ഒരു കാലത്ത്, അതായത് ഒരു 1996 മുതൽ 2000 വരെ മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുവരുന്നത് താങ്കളുടെ പടങ്ങൾ കൂടിയായിരുന്നു. വർഷത്തിൽ 3-4 പടങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ നിന്നും ഇന്നിപ്പോ ജയറാമിന്റെ ഒരു സിനിമ പോലും ഇല്ലാത്ത വർഷങ്ങൾ കടന്നു പോകുന്നു. ആക്ച്വലി ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമെന്ന് താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ? ഇപ്പോഴല്ല, താങ്കൾ പീക്കിൽ നിന്നിരുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോ? എനിവേ, താങ്കളുടെ സിനിമകൾക്ക് ഇപ്പോഴും മലയാളി സിനിമ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യതയുണ്ട്. താങ്കൾ ഓരോ വട്ടവും തമിഴിലും തെലുങ്കിലും പോയി കോമാളി വേഷങ്ങൾ കളിക്കുമ്പോൾ താങ്കളെ ഞങ്ങൾ കളിയാക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും നിങ്ങൾ സ്വന്തം വില അറിയാതെ ചെയ്യുന്ന റോളുകൾ കാണുമ്പോഴുള്ള വിഷമം കൊണ്ടുമാണ്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് ഇങ്ങനെ പോയിരുന്ന ഒരു കാലം മോളിവുഡിനുണ്ടായിരുന്നു. ഇന്ന് ഈ 5-ൽ പോയിട്ട് Tier 3 പോലും നിങ്ങൾക്ക് സ്ഥാനമില്ലാതായിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളിൽ പലരും താങ്കളെ മറന്നിരിക്കുന്നു. ഇടയ്ക്ക് വരുന്ന പരസ്യങ്ങളിലും കോമാളി റോളുകളിലും അവാർഡ് ഷോകളിലും താങ്കളെ കാണുമ്പോഴാണ് ഇത് പഴയകാല നടൻ ജയറാമാണല്ലോ എന്ന് പോലും ഓർമ്മ വരുന്നത്. സത്യത്തിൽ താങ്കളുടെ റേഞ്ച് എന്താണെന്ന് താങ്കൾക്കറിയില്ല. അത് താങ്കൾ അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ കത്ത്. ഒരിക്കലും താങ്കൾ പറഞ്ഞു മമ്മൂട്ടിനേക്കായും ലാലേട്ടനേക്കായും പൊക്കവും സ്റ്റേജിൽ നിർത്താതെ ചെണ്ട കൊട്ടാനും എല്ലാം താങ്കളെ കൊണ്ടാവുന്നു. അവരെക്കാൾ നന്നായി കോമഡി ചെയ്യാനും ഏത് കോമഡി ആക്ടറിന്റെ ഒപ്പവും കട്ടയ്ക്ക് പിടിച്ച് നിന്ന് ആ കൗണ്ടർ ഹിറ്റാക്കാനും ഒരു സാധാരണക്കാരൻ നാട്ടുമ്പുറത്തുകാരുടെ റോളും മറ്റാരെക്കാളും നന്നാക്കാനും താങ്കൾക്ക് കഴിയുമെന്ന് അപ്പോഴും താങ്കൾക്ക് തോന്നിയില്ല. ജഗതിയോടൊപ്പവും മണിയോടൊപ്പവും ദിലീപിനോടൊപ്പവും ജഗദീഷ്, ഇന്നസെന്റ്, ഗിന്നസ് പക്രുവിനോടൊപ്പം അല്ല അസാധ്യമായിട്ട് കട്ടയ്ക്ക് നിന്ന് കൗണ്ടർ അടിച്ചിരുന്ന ജയറാമിനെ താങ്കൾ പോലും മറന്നുപോയി. പിന്നെ ഞങ്ങൾ പ്രേക്ഷകരെങ്ങനെ മറക്കാതിരിക്കും? താങ്കളുടെ കണ്ണ് നിറയുമ്പോൾ ഞങ്ങളുടെ കണ്ണും കൂടെ നിറയാറുണ്ടായിരുന്നു. മയിലാട്ടത്തിലും മനസ്സിനക്കരയിലും ഉത്തമനിലും വൺ മാൻ ഷോയിലും എല്ലാം നിങ്ങളുടെ കോമഡി കണ്ട് സന്തോഷിച്ചും നിങ്ങളുടെ കണ്ണീര് കണ്ട് കണ്ണു നിറഞ്ഞവരുമാണ് ഞങ്ങൾ. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് താങ്കളുടെ കാര്യം. നിങ്ങൾ ഒരിക്കലും ഒരു മാസ് ഹീറോ സൂപ്പർ സ്റ്റാർ ടൈപ്പ് ആക്ടർ അല്ല. നിങ്ങൾ അതിന് ശ്രമിച്ചപ്പോഴെല്ലാം നിങ്ങൾക്ക് പരാജയങ്ങളാണ് വന്നു ചേർന്നത്. ഒരേപോലുള്ള നിഷ്കളങ്ക റോൾസ് ചെയ്ത് ഒരുപാട് സിനിമകൾ പൊട്ടിച്ചു. പത്മരാജനും രാജസേനനും സത്യൻ അന്തികാടും കൂടെയാണ് താങ്കൾ ഇപ്പോഴുള്ള ജയറാമാക്കി മാറ്റിയത്. താങ്കളുടെ ഫ്രണ്ട്സ്, പട്ടാഭിഷേകം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, സമ്മർ ഇൻ ബദൽഹൈം, തൂവൽ കൊട്ടാരം, സീനിയേഴ്സ്, ഹാപ്പി ഹസ്ബൻഡ്സ്, അനിയൻ ബാവ ചേട്ടൻ ബാവ, വൺ മാൻ ഷോ, സന്ദേശം, അയലത്ത അദ്ദേഹം, കഥാനായകൻ, സൂര്യപുത്രൻ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് മുതലായ സിനിമകൾ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ആരാണ് നിങ്ങളെന്ന്. പക്ക എന്റർടൈനർ, ഷോ സ്റ്റീലർ. മാസ് റോളുകൾ ചെയ്യാതിരുന്നാലും സിമ്പിൾ ആയിട്ട് ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോകാമെന്ന് തെളിയിച്ച ആളാണ് നിങ്ങൾ. പക്ഷെ മോശം തിരക്കഥകളും ബന്ധങ്ങളും കാരണം ചെയ്ത പല സിനിമകളും കണ്ടിരിക്കാൻ പോലും പറ്റാത്ത അപരാധങ്ങളും കാട്ടപരാധങ്ങളുമായിട്ട് പോയി. നിങ്ങൾ ചെയ്തതിൽ നല്ലതെന്ന് തോന്നിയ ഒരു കാര്യം പറയാം. നിങ്ങൾക്കറിയാം താങ്കളെ കൊണ്ടൊരു സാഗരയിലാക്കിയോ ബിലാലോ ഷൺമുഖനോ ഭരത്ചന്ദ്രനോ നീലകണ്ഠനോ ആവാൻ പറ്റില്ലെന്ന്. പക്ഷെ നിങ്ങൾ അതിന് ചെറുതായിട്ടൊന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ പിന്നീട് അതിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുപിടിച്ചു. അല്ലെങ്കിൽ മസിൽ പിടിച്ച് താങ്കൾ സലാം കാശ്മീരിൽ ചെയ്ത പോലെ കുറച്ച് ട്രോൾ മെറ്റീരിയൽ റോൾസ് കിട്ടിയാണ്. പക്ഷെ മയിലാട്ടത്തിലെ പഴനിയെ താങ്കൾ അതിമനോഹരമാക്കുകയും ചെയ്തു. നിങ്ങളെ കൊണ്ട് ആവാഞ്ഞിട്ടല്ല, പക്ഷെ എപ്പോഴും അത് വർക്ക് ആവില്ല എന്ന് മനസ്സിലാക്കി മാസ് റോൾസ് ചെയ്യുന്നത് താങ്കൾ സ്വമേധയാ നിർത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് എന്തായാലും നന്നായി തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. താങ്കൾ ഇനി പഴയ പോലെ എന്റർടൈനർ റോളിൽ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് താങ്കൾ സീനിയേഴ്സും അച്ചായൻസും ഹാപ്പി ഹസ്ബൻഡ്സും ചൈന ടൗൺ ഒക്കെ ആയിട്ട് വന്നത്. സോ നിങ്ങളൊരു എന്റർടൈനർ ആണെന്നുള്ളതിൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഒരു സംശയമില്ല. നിങ്ങൾ ചെയ്യുന്ന കോമഡി കണ്ടാൽ ഞങ്ങൾ നിർത്താതെ ചിരിക്കും. ആവേശം പോലെയുള്ള ഒരു പക്ക എന്റർടൈനർ മൂവിയൊക്കെ ഇപ്പോഴും നിങ്ങളെ കൊണ്ട് സിമ്പിൾ ആയിട്ട് പുൾ ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യാനായിട്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? മമ്മൂട്ടി എന്ന നടന്റെ ഹൈപ്പ് കൊണ്ട് ഉണ്ടായതാണ് ഓസ്ലർ. പോരാത്തതിന് വെൽ നോൺ ഡയറക്ടറുടെ പടവും സിനിമയുടെയും തിരക്കഥയുടെയും മഹിമ കൊണ്ടോ താങ്കളുടെ അഭിനയ മികവ് കൊണ്ടോ ഹിറ്റായ സിനിമ അല്ലായിരുന്നു ഓസ്ലർ. മമ്മൂട്ടി എന്നൊരു ഫാക്ടർ ഇല്ലായിരുന്നെങ്കിൽ ആ സിനിമ ഉറപ്പായും തകർന്നടിഞ്ഞാണ്. ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കായി മമ്മൂട്ടിനെ ആ സിനിമയിൽ യൂസ് ചെയ്തു. നടുവേദനയും മുട്ടുവേദന ഒരുമിച്ച് വന്ന ഒരാളെ പോലെയാണോ ഡിപ്രസ്ഡ് ആയിട്ട് ഇൻസോമിയ വന്ന ഒരാൾ നടക്കുന്നതും പെരുമാറുന്നതും? അതൊക്കെ അറിയാനായിട്ട് ലാലേട്ടൻ വില്ലനിലും മെമ്മറീസിൽ പൃഥ്വിയും ചെയ്തു വെച്ച റോൾസ് ഒന്ന് റെഫർ ചെയ്താൽ മതിയായിരുന്നു. ഓസ്ലറിന് ശേഷം ഇനി മലയാള സിനിമയിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞ താങ്കൾ ഇപ്പോൾ എവിടെയാണ്? അന്യഭാഷയിൽ കോമാളി റോളുകൾ ചെയ്യുന്ന തിരക്കിൽ അല്ലേ? നിങ്ങളെ പറ്റി എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മോഹൻലാൽ എന്ന നടന്റെ അഭിനയത്തോട് ഏറ്റവും സിമിലാരിറ്റി ഉണ്ടായിരുന്ന നടനായിരുന്നു നിങ്ങൾ. ഇപ്പോഴല്ല, ഒരു 90 കാലഘട്ടങ്ങളിൽ. ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ചെയ്തിരുന്ന റോൾസ് ഏകദേശം സിമിലർ ആയിരുന്നു. പക്ഷെ അവിടെയുള്ള പ്രധാന വ്യത്യാസം ഒരു ആട് തോമയോ നീലകണ്ഠനോ നിങ്ങൾക്ക് പറ്റില്ല എന്നത് മാത്രമായിരുന്നു. ഫാമിലി ബേസ്ഡ് കോമഡി ചിത്രങ്ങളായിരുന്നു നിങ്ങളുടെ സേഫ് സോൺ. അതിൽ പക്ഷേ നല്ല പടങ്ങളും മോശം പടങ്ങളിലും എല്ലാം നിങ്ങൾ ടൈപ്പ് കാസ്റ്റ് ആയി പോയി. അപാര ഫ്ലെക്സിബിലിറ്റിയും ഡാൻസിങ് സ്കിൽസും എല്ലാം ആ സമയത്ത് മറ്റാരെക്കാളും നിങ്ങൾക്കുണ്ടായിരുന്നു. നാച്ചുറൽ ആക്ടിംഗ് ആയിരുന്നു താങ്കളുടെ മെയിൻ ഏരിയ. കണ്ടിരിക്കുന്നവരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പഴയ നിങ്ങൾ എവിടെ പോയി മനുഷ്യ? കമൽഹാസനോടൊപ്പം അല്ലെങ്കിൽ കമൽഹാസൻ സിനിമ
സിനിമകളിൽ അങ്ങേരൊക്കെ കൂടുതൽ സ്കോർ ചെയ്ത ഒരാളെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ മാത്രമായിരിക്കും മനുഷ്യ. മനസ്സിലാക്കി നിങ്ങളുടെ റേഞ്ച്. പഞ്ചതന്ത്രത്തിലും തെന്നാലിയിലും എന്ത് കിഡ് റോൾസ് ആയിരുന്നു നിങ്ങളുടെ. അങ്ങ് അഴിഞ്ഞാടുകയായിരുന്നു. അജാതി റോൾസ് എന്താണ് നിങ്ങൾ ഇപ്പൊ അന്യഭാഷ ചെയ്യാത്തത്? നിങ്ങൾ ചെയ്ത വെറുതെ അല്ല ഭാര്യയിൽ സുഗുണൻ എന്ന ക്യാരക്ടർ. ടോക്സിക് മെയിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം ലെവൽ പെർഫോമൻസ്. ബന്ധങ്ങളെക്കാൾ വലുതാണ് അച്ഛാ വൈദ്യുതി. ആ ഡയലോഗ് പറയുമ്പോഴുള്ള നിങ്ങളുടെ സൗണ്ട് മോഡുലേഷൻ എന്റെ മോനെ. അതുപോലെ തന്നെ ഭാഗ്യദേവതയിൽ നിങ്ങളുടെ ക്യാരക്ടർ. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ഒരു കാലത്ത് നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഇവിടെ വളർന്നു വരുന്ന 2005 ശേഷം ജനിച്ച പലർക്കും നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ പണ്ട് ഞങ്ങൾക്കൊക്കെ ആരായിരുന്നെന്നോ അറിയില്ല. അത് തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു വെടിക്കുള്ള മരുന്നൊക്കെ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ വീക്ക് പോയിന്റും നിങ്ങളുടെ മെയിൻ പോയിന്റും നിങ്ങൾ അറിയാനും ചിലരെയെങ്കിലും അറിയിക്കാനായിട്ടായിരുന്നു ഈ കത്ത്. ഈ കത്ത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും പഴയതുപോലെ സജീവമാകും എന്നൊരു ഹോപ്പ് എനിക്കില്ല. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പണ്ടേ റീപ്ലേസ്ഡ് ആയി കഴിഞ്ഞു. കാര്യം നിങ്ങളെ പോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആക്ടറാണ് ദിലീപ്. എങ്കിലും അങ്ങേരിപ്പോഴും ഇവിടെ ആക്റ്റീവ് ആണ്. എന്നെങ്കിലും അങ്ങേര് തിരിച്ചു വരെ എന്നൊരു തോന്നലെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ട്രൈ എങ്കിലും ചെയ്യുന്നുണ്ട്. ആയ കാലത്ത് താങ്കൾ ഒരു ഫാൻ സർക്കിൾ ഉണ്ടാക്കിയെടുത്തിരുന്നു. ആ സർക്കിൾ പതിയെ വലുതാക്കിയെടുത്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഒരു സ്റ്റാർ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ അതിനും നിങ്ങൾ ശ്രമിച്ചില്ല. മലയാളത്തിൽ 1 കോടിക്ക് മുകളിൽ റെമ്യൂണേഷൻ വാങ്ങാനായിട്ട് ഉള്ള സ്റ്റാർ വാല്യൂ പോലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയില്ല. ഒരു ആക്ടർ എങ്ങനെ ആവരുത് എന്നതിനുള്ള പീക്ക് ഉദാഹരണം പോലെയാണ് നിങ്ങളുടെ കരിയർ കാണുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറേയൊന്നും താങ്കളുടെ കുറ്റം മാത്രമല്ല. പത്മരാജനെ പോലെയോ സത്യനന്ദികാടിനെ പോലെയോ രാജസേനനെ പോലെയൊക്കെ നല്ലൊരു കുടുംബചിത്രം മേക്ക് ചെയ്യാൻ പറ്റിയ ഡയറക്ടേഴ്സ് ഇവിടെ വരാതെ പോയതും താങ്കളുടെ വീഴ്ചയ്ക്ക് ഒരു കാരണമാണ്. അതുപോലെ ദിലീപ് പോലെയുള്ള മറ്റ് ആക്ടേഴ്സിന്റെ വളർച്ച, അവരുടെയൊക്കെ വളർച്ചയുടെ മീതെ പറക്കണം എന്ന് താങ്കൾക്ക് തോന്നാതിരുന്നതിന്റെ തളർച്ചയുമെല്ലാം താങ്കളുടെ പതനത്തിന്റെ കാരണങ്ങൾ തന്നെയാണ്. തമിഴിലും തെലുങ്കിലും എല്ലാം അനായാസം ഡബ് ചെയ്ത് ഭാഗമതിയും വൈകുണ്ഠാപുരവും തെന്നാലിയും പൊന്നിയിൻ സെൽവനും പോലെയുള്ള സിനിമകൾ ചെയ്തെങ്കിലും അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ നിങ്ങൾക്കായില്ല. എന്തിനാണ് ഗെയിം ചേഞ്ചറിലെ റോള്? എന്തിനാണ് തുപ്പാക്കിയിലെയും ഗോട്ടിലെ റോള്? എന്തിനാണ് ഗുണ്ടൂർ കാര്യത്തിലെ റോള്? ബ്രഹ്മാനന്ദവും വടിവേലും സെന്തിൽ കൗണ്ടമണിയൊക്കെ ചെയ്ത പോലുള്ള റോൾസ് അന്യഭാഷയിൽ പോയി ചെയ്ത് കോമാളി കളിക്കും വിധം താങ്കൾക്ക് എന്താണ് മനുഷ്യ പറ്റിയത്? എന്നിട്ട് പണം എന്നല്ലാതെ താങ്കൾ എന്ത് നേടി? താങ്കൾ അഭിനയിച്ചോളൂ. പക്ഷെ ഈ കോമാളി റോളുകൾ ചെയ്തിട്ട് താങ്കൾ എന്തിനാണ് ഇവിടെ ഇന്റർവ്യൂകളിൽ വന്നിട്ട് ഈ റോളുകളെ പറ്റി പൊക്കിയടിക്കുന്നത്? ഒരു ട്രോൾ മെറ്റീരിയൽ ആവാതെ നിങ്ങളുടെ വലിപ്പം മനസ്സിലാക്കും മനുഷ്യ. ഒരു ഘട്ടത്തിൽ ബാലയിൽ നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ ആർട്ടിഫിഷ്യൽ അഭിനയവും ഓവർ ആക്ടിങ്ങും എല്ലാം താങ്കളുടെ അഭിനയത്തിൽ എപ്പോൾ മുതലാണ് കയറി തുടങ്ങിയത്? മലയാളത്തിലെ ആസ്ഥാന വിനയമുള്ളവനായിട്ട് എന്ത് കാര്യം? നിങ്ങൾ വിനയമുള്ളവനാണെന്ന് നിങ്ങൾ ആരെയാണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ വിനയമുള്ളവനാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾ പ്രേക്ഷകർക്ക് ഒന്നുമില്ല. അധികമായ അമൃതം വശം. അതുകൊണ്ടാണ് പല മലയാളികളും അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ പടിയടിച്ച് പിണ്ടം വെച്ചത്. ഇനി വരാനുള്ളത് റെട്രോ ആണ്. അതിൽ താങ്കളുടെ ലുക്ക് കാണുമ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ഉറപ്പാണ്. താങ്കൾക്ക് ഇനിയും കുറച്ച് ഫാമിലി പടങ്ങളും കിടു സഹനട റോൾസും കുറച്ച് പോലീസ് റോൾസും ഒക്കെ ആയിട്ട് മലയാളത്തിൽ മുന്നോട്ട് പോകാനാവും. മാർക്കോ അല്ലെ സിദ്ദിഖ് ചെയ്ത പോലുള്ള വേഷങ്ങൾ, ഫാലിമിയിലെ ജഗദീഷിന്റേത് പോലുള്ള വേഷങ്ങൾ, കിഷ്കിന്താകാണ്ഡത്തിലെ വിജയരാഘവന്റേത് പോലുള്ള വേഷങ്ങൾ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ സുരാജിന്റേത് പോലുള്ള വേഷങ്ങളെല്ലാം നിങ്ങൾക്ക് പക്ക സ്യൂട്ടാണ്. ഇതുപോലുള്ള റോൾസിൽ നിങ്ങൾ ആരും സഹനടനായിട്ട് കാണില്ല മിസ്റ്റർ. മലയാളത്തിൽ കുറച്ച് കിടുവില്ല റോൾസും ഇടയ്ക്ക് ഓരോ ഫാമിലി പടത്തിലും പോലീസ് പടത്തിലും നായകനായിട്ട് അഭിനയിച്ച് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ടാവും. നിങ്ങൾക്ക് കഴിയും മനുഷ്യ. സ്വന്തം നാട്ടിൽ നായകൻ അല്ലെങ്കിൽ കൂടെ കിഡ് റോൾസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്വീകാര്യത ഏത് ഭാഷയിൽ പോയി കോമാഡി റോൾ ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇനിയിപ്പോ താങ്കൾ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും മലയാള സിനിമ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം നായകൻ സങ്കല്പങ്ങൾ ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നു. നായകനെ മാത്രം നോക്കി ആളുകൾ പടത്തിന് കയറുന്ന കാലവും കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. തിങ്ക് ട്വൈസ് മാൻ, യു ആർ സ്റ്റിൽ വർത്തി എന്ന് താങ്കളുടെ സിനിമകൾ കണ്ട് വളർന്ന ആയിരങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാധാരണ പ്രേക്ഷകൻ. അപ്പൊ ഇതുപോലുള്ള ഒരു കത്ത് ഇനി വേറെ ആർക്ക് എഴുതണമെന്നുള്ളത് നിങ്ങൾ ഇന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഈ കത്ത് ഇഷ്ടമായെങ്കിൽ കത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ പറയാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.